പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളുടെ പള്ളിയിൽ സ്ലീവാപാത, ദുഃഖവെള്ളിയാഴ്ച നടക്കുന്ന സ്ലീവാപാത കുരിശിൻ്റെ വഴി എല്ലാ വർഷവും നടത്താറുള്ളത് നേരെ ചിരട്ടാമലയ്ക്കാണ്. അവിടെയാണ് കാലങ്ങളായി ചെയ്യാറുള്ളത്. ഒരു തവണ മാത്രം സ്ലീവാപാത കിഴക്കേമുക്ക് എന്ന സ്ഥലത്തേക്ക് ആയിരുന്നു. അവിടെ അന്ന് സന്ദേശം തരാൻ വന്നത് ഈ നമ്മുടെ സ്ലീവാപാതയുടെ അന്ന് ഒരു സന്ദേശം തരും, ദുഃഖവെള്ളി സന്ദേശം തരാൻ വന്നത് വികാരി ജനറലായിരുന്ന കാഞ്ഞിരക്കാട്ട് കുന്നേൽ അച്ഛനായിരുന്നു. അദ്ദേഹം തൻ്റെ പ്രസംഗം ആരംഭിച്ചു. അല്പം കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്, ഒരു സന്തോഷ വർത്തമാനം എനിക്ക് പറയാനുണ്ട്, അത് നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ഈ 10-700 ആളുകൾക്കുള്ള സ്വർഗത്തിലെ വാസസ്ഥലം ഇപ്പോൾ റെഡിയായിരിക്കുകയാണ്. 3 ബെല്ലടിക്കും. 1ാമത്തെ ബെല്ലടിക്കുമ്പോൾ നിങ്ങളെല്ലാം തയ്യാറാവുക. 3ാമത്തെ ബെല്ലടിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലായിരിക്കും. നിങ്ങളെല്ലാം ജീവിക്കുന്ന സ്വർഗത്തിൽ പോകാനല്ലേ? കർത്താവ് വിശ്വസിക്കുക അവിടെ പോയിട്ട് സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള വാസസ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി പോയിരുന്നുമാണ് കുരിശ് മരിച്ചിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും 3ാമത്തെ ബെല്ലോടെ നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിലെത്താൻ പറ്റും. എന്താ, നല്ല വാർത്തയല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. 1ാമത്തെ ബെല്ലടിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും, ഞാനും നിങ്ങളടക്കം ഇവിടെ രക്ഷപ്പെടാൻ നോക്കില്ലേ? കാര്യം സ്വർഗം നമുക്ക് വേണ്ടതാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന സ്വർഗത്തിനാണെങ്കിലും ഇവിടം വിട്ടു പോകാൻ ആർക്കും താല്പര്യമില്ലല്ലോ. അത്ര എളുപ്പമാണോ? നിങ്ങളെ ഞാൻ വേറൊരു സംഭവത്തിലേക്ക് കൊണ്ടുപോകണം. 1950കളിൽ ഈ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ്. ചേച്ച എന്ന് പറയുന്നൊരു പെൺകുട്ടി 20 വയസ്സിന് ചോടെ പ്രായമുള്ളൂ. മാരകമായ അസുഖമായി ആശുപത്രിക്കാർ ഉപേക്ഷിച്ചു. വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിൽ വിശ്രമത്തിലാണ്. മരണസമയമെടുത്തു. അവർ എല്ലാ സഹോദരന്മാരെയും അപ്പനെയും അമ്മയൊക്കെ വിളിച്ചിട്ട് ആലിംഗനം ചെയ്ത് വിട ചൊല്ലി ഞാൻ മരിക്കുകയാണ് എന്ന് പറഞ്ഞ് ശാന്തമായി കിടന്നു. എല്ലാ ആൾക്കാരും പ്രാർത്ഥനയോടെ സമീപത്ത് നിന്നു. നിങ്ങളാരും ബഹളം ഉണ്ടാക്കല്ല, ഞാൻ ഈശോയുടെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇങ്ങനെ മരിക്കാൻ റെഡിയാവുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ അവർ നിശ്ചലയാവുന്നു. അപ്പോൾ മരണം ഉറപ്പിക്കാൻ ഡോക്ടർമാരുടെ അടുത്ത് വേണമല്ലോ. ഡോക്ടർമാരെ കിട്ടാനില്ല, ആദ്യകാലമല്ലേ. അപ്പോൾ ഇവരുടെ വീടിനടുത്തായിട്ട് ഒരു ആലഞ്ചേരി അപ്പൂപ്പനുണ്ടായിരുന്നു. നല്ല പ്രായമുള്ള ആളാണ്. കുറേ മരണങ്ങൾ കണ്ടിട്ടുള്ള പ്രായമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ വിളിച്ചു തുടങ്ങും. അദ്ദേഹം വന്നു, ആളെ നോക്കി, കണ്ണടച്ചു, ശ്വാസം നോക്കി, ഉറപ്പുവരുത്തി, കാലുകൾ കൂട്ടിക്കെട്ടി. ഈ കാലുകൾ കൂട്ടിക്കെട്ടി, കാലിൻ്റെ വിരലുകൾ കൂട്ടിക്കെട്ടുന്ന സമയത്ത് മരണം ഉറപ്പായി എന്നുള്ളത് അതിലൊരു ആശയമാണല്ലോ അന്നേരം കിട്ടുന്നത്. എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് സങ്കടത്തോടെ അലമുറയിട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോൾ ഒരു വലിയ അത്ഭുതം സംഭവിച്ചു. കരഞ്ഞ ഉടനെ ഈ മരിച്ചെന്ന് കരുതി കിടന്ന ഈ പെൺകുട്ടി എഴുന്നേറ്റിരുന്നിട്ട് പറയുകയാണ്, ഞാൻ ഈശോയുടെ അടുത്തേക്ക് പോവുകയാണെന്നും നിങ്ങൾ കരയരുതെന്നും ബഹളമുണ്ടാക്കുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞാലേ എനിക്ക് സ്വസ്ഥമായി മരിക്കാൻ സാധിക്കുന്നില്ല, നിങ്ങളെല്ലാവരും ശാന്തമായി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ ശേഷം ഈ പെൺകുട്ടി തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ നമുക്ക് സ്വാഭാവിക ചിന്ത ഉണ്ടാകാം, ആദ്യം അദ്ദേഹം മരിച്ചിരുന്നു, പിന്നെ ഉദ്ദേശിച്ചാണ് മരിക്കാൻ പറ്റുമോ? ഇവിടുത്തെ പ്രധാന പോയിൻ്റല്ല, മരണത്തെ സമീപിച്ച രീതിയാണ്. ആദ്യം നമ്മൾ സ്വർഗം കിട്ടാൻ വേണ്ടി പോകുന്നു, ആരും ഇവിടെ നിന്ന് വിട്ടുപോകാൻ തയ്യാറില്ല. എന്നാൽ ഈശോയുടെ അടുത്തേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഈ പെൺകുട്ടിയായിരുന്നു. ചേച്ച എന്നായിരുന്നു അവരുടെ പേര്. അവർ സ്വർഗത്തിൽ പോയി വിശ്വസിച്ച് അവിടുത്തെയുള്ള ആൾക്കാരും അവരറിയുന്ന എല്ലാവരും അവരുടെ മധ്യസ്ഥയാക്കിയിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ ഈ പറഞ്ഞത്, നമ്മൾ ക്രിസ്ത്യാനികളായ ആളുകൾ എല്ലാ ദിവസവും മരണത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നന്മ നിറഞ്ഞ മർമ്മേ പ്രാർത്ഥനയിൽ എത്രയോ തവണകൾ നമ്മൾ ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഒരു നല്ല മരണം കിട്ടാൻ വേണ്ടി മനുഷ്യനായി ജീവിച്ചാൽ എല്ലാ ആൾക്കാരും മരിക്കണം. അപ്പോൾ നല്ല മരണം കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ദിവസവും ഉൾപ്പെടുത്തിക്കൂടാ? അത് ക്രിസ്ത്യാനികൾക്ക്, കത്തോലിക്കർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്നു, മറ്റു മതസ്ഥർക്ക്, മുസ്ലിംസിനായാലും ഹിന്ദുക്കൾക്കായാലും എല്ലാവർക്കും ഇതേപോലെയുള്ള ദൈവത്തിനടുത്ത് എത്താനുള്ള ആ പ്രാർത്ഥനകൾ ഉണ്ടാവുമല്ലോ. ആ പ്രാർത്ഥനകൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാൽ ഒരു നല്ല മരണം ലഭിക്കാൻ ആ ചേച്ചയ്ക്കൊക്കെ സാധിച്ചതുപോലെ, അതായത് പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെ മരിക്കാനുള്ള അവസരം കിട്ടുന്നത് നല്ലതല്ലേ? അതുകൊണ്ട് ഇങ്ങനെയൊരു നമ്മുടെ ചിന്താഗതിയിലെല്ലാം മാറ്റം വരുത്തി നമ്മൾ അനുദിന പ്രാർത്ഥനകളിലും ചിന്തകളിലും ഈ ഒരു ചിന്തകൾ കൊണ്ടുവന്നാൽ നന്നായിരിക്കില്ലേ എന്ന ചിന്ത അവതരിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.